ഹലോ എവ്രി വൺ, വെൽക്കം ടു റിസർച്ച് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ SPSSൻ്റെ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് നമ്മൾ ഇത്ര നാൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. പിന്നെ മുതൽ മന്ത്ലി 2 വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ SPSSൻ്റെ വീഡിയോസ് കണ്ടവർ എന്നോട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്സ് ഇടണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എങ്ങനെയാണ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് SPSSൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വാല്യൂസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വേരിയബിൾസ് നമ്മൾ വാല്യൂസ് ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് മാരിറ്റൽ സ്റ്റേറ്റസ് ആണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലേബൽ ചെയ്യണം. അപ്പോൾ എന്താണ് MS എന്ന് പറഞ്ഞാൽ മാരിറ്റൽ സ്റ്റേറ്റസ്. അത് നമ്മളിവിടെ ലേബൽ ചെയ്യുന്നു. അതിന് ശേഷം നമ്മളിവിടെ വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്നെയർ എടുത്ത് നോക്കാം. ക്വസ്റ്റ്നെയറിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, 1 എന്ന് പറഞ്ഞാൽ അൺമാരീഡ്, 2 എന്ന് പറഞ്ഞാൽ മാരീഡ്. അതേ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുത്തിടുന്നു. 1 എന്ന് പറഞ്ഞാൽ അൺമാരീഡ്, ആഡ് ചെയ്യുക. 2 എന്ന് പറഞ്ഞാൽ മാരീഡ്, ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ മെഷർ എന്താണ്, നോമിനൽ. അതങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ. ഇനി ഇൻകം, അടുത്തത് എന്താണ്, അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ആണ്. ആനുവൽ ഫാമിലി ഇൻകം ഇൻ ലാക്സ്. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആനുവൽ ഫാമിലി ഇൻകം. അപ്പം നമ്മളതിവിടെ എൻ്റർ ചെയ്യുന്നു, ആനുവൽ ഇൻകം ഇൻ ലാക്സ്. ഇവിടെ നമുക്ക് എന്തോരം വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ എന്ത് കൊടുക്കുന്നു, വാല്യൂ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലോ 2 ലാക്സ്. ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്നെയർ എടുത്ത് നോക്കുക. 2 എന്ന് പറഞ്ഞാൽ 2 to 4 ലാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, 2 to 4 ആഡ് ചെയ്യുന്നു. 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 to 6. 4 എന്ന് പറഞ്ഞാൽ above 6. അപ്പോൾ 4 to 6 ആഡ് ചെയ്യുന്നു. 4 എന്ന് പറഞ്ഞാൽ എന്താണ്, above 6 ആഡ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. നമ്മൾ ഡാറ്റ വ്യൂവിൽ പോയി ചെക്ക് ചെയ്യുക. യെസ്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ SPSSൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞെന്ന പോലെ മെഷേഴ്സ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് നോമിനലാണ്, ഏജ് ഗ്രൂപ്പും നോമിനലാണ്, മാരിറ്റൽ സ്റ്റേറ്റസും നോമിനലാണ്, ആനുവൽ ഇൻകം എന്താണ്, നമുക്കതിനെ ഓർഡിനലായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നോമിനലായിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം. ഞാനതിനെ ഓർഡിനലായിട്ട് കൊടുക്കുകയാണ്. അടുത്തത് നെക്സ്റ്റ് വേരിയബിൾ എന്താണ്, വാട്ട് ഗുഡ്സ് ഡു യു യൂഷ്വലി ഷോപ്പ് ഓൺലൈൻ. അപ്പം ഇതിൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ യൂഷ്വലി പർച്ചേസ് ചെയ്യുന്ന ഗൂഡ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു 5 ഗൂഡ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗൂഡ്സ് നമ്മുടെ ക്വസ്റ്റ്നെയർ ഫില്ല് ചെയ്യുന്ന റെസ്പോണ്ടൻറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നോ ടിക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനും എന്ത് ചെയ്യണം, വാല്യൂസ് SPSS. അപ്പം ഇതിനാണ് ഞാൻ ആദ്യമേ ക്വസ്റ്റ്നെയറിൽ നിങ്ങളിങ്ങനെ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് SPSSൽ വാല്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കൺഫ്യൂഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ക്വസ്റ്റ്നെയറിൽ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നെവർ. അപ്പം നമ്മളിതിവിടെ ആഡ് ചെയ്യുന്നു, നെവർ. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ റെയർലി. അപ്പോൾ നമ്മളതിവിടെ കൊടുക്കുന്നു, റെയർലി. 3 എന്ന് പറഞ്ഞാൽ എന്താണ്, സംടൈംസ് അല്ലേ, അതെ, സംടൈംസ്. 4 എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ. ദെൻ 5 എന്ന് പറഞ്ഞാൽ
ഓൾവേസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങളിപ്പം എഗ്രി, ആ ഒരു സ്ട്രോങ്ലി എഗ്രി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ, എഗ്രി, സ്ട്രോങ്ലി എഗ്രി എന്ന് പറയും അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നത് തിരിച്ചു കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓക്കെ കൊടുക്കുന്നു, അതിവിടെ ആഡ് ആവും. ഡാറ്റ വ്യൂവിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. യെസ്, ആ B1 എന്ന് പറയുന്നതിൻ്റെ അവിടെ അത് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെഷേഴ്സും കൂടെ നമ്മളിവിടെ മാറ്റണം. ഇവിടെ എന്താണ്, ഓർഡിനലാണ്. അപ്പോൾ സ്കെയിൽ വരെ നമ്മളിവിടെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് ന്യൂമറിക്സ് മാത്രമായിട്ടുള്ളൊരു ഫിഗർ വരുമ്പോഴാണ് നമ്മളിവിടെ സ്കെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്കിവിടെ മെഷേഴ്സ് എന്തായിരിക്കും, ഓർഡിനലായിരിക്കും. അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഞാനത് ഫുൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത റൗണ്ടിലോട്ട് നമുക്ക് പോകാം, അതായത് ടെസ്റ്റിലോട്ട്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ യെസ്, 2 എന്ന് പറഞ്ഞാൽ നോ. ആഡ് ചെയ്യുന്നു. നമ്മുടെ മെഷേഴ്സ് നമ്മളവിടെ ചേഞ്ച് ചെയ്യുക. ഇത് മറക്കരുത് ചേഞ്ച് ചെയ്യാൻ, കാരണം ഇത് നമ്മൾ തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന് ചെറിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്തത് ഇലക്ട്രിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിനും അഗെയിൻ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുന്നു. അത് ബോറടിക്കുന്നു എന്ന് ആരും വിചാരിക്കുക. അത് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ SPSSൽ എന്ത് ചെയ്യുന്നത്, വാല്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്, അതായത് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കിവിടെ 7th ക്വസ്റ്റ്യനിലെ ഒരു 4 വേരിയബിൾസും കൂടെ വരുന്നുണ്ട്. അതിനും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് B1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ B ആയി. സെക്ഷൻ Bയിലാണ് നമുക്ക് എത്ര വാല്യൂസ് വരുന്നത്, 5 വാല്യൂസ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫെമിലിയർ വെബ്സൈറ്റ്സ്, അതായത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ, അതായത് എങ്ങനെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, ആ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഫെമിലിയർ വെബ്സൈറ്റ്സ് മാത്രം ഉപയോഗിക്കുന്ന കൺസ്യൂമർ ആണോ. അപ്പം സോറി, അതല്ല, ആ ലേബൽ അവിടെ മാറിപ്പോയി. ആ ലേബൽ വരുന്നത് നമുക്ക് B1ലാണ്. അപ്പം നമ്മളതവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി അവിടെ എന്ത് ചെയ്യണം, അവിടെയാണ് നമുക്ക് നമ്മുടെ വാല്യൂസ് ആഡ് ചെയ്യേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനെയറിൽ നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനും നമ്മൾ SPSSൽ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം, A61, ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ A6 എന്ന് കൊടുത്തിരിക്കുന്നത്. A61 എന്താണ്, മൊബൈൽ ഫോൺസ്. അപ്പം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് ലേബലിൽ എന്തെന്ന് എഴുതും, മൊബൈൽ ഫോൺസ് എന്നെഴുതും. ഓക്കെ, എന്നിട്ട് ഇവിടെ 1 ആണെങ്കിൽ എന്ത് കൊടുക്കും, യെസ്. 2 ആണെങ്കിൽ നോ ആഡ് ചെയ്യുന്നു. ഇതുപോലെ ഇത്രയും ക്വസ്റ്റ്യൻസിന് നമ്മൾ ലേബൽ ചെയ്തിട്ട് വാല്യൂസ് ആഡ് ചെയ്യണം. ഓക്കെ, ഒരെണ്ണത്തിനും കൂടെ നമുക്ക് നോക്കാം. അടുത്തതാണ് വരുന്നത് അപ്പാരൽസ് ആൻഡ് ആക്സസറീസ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ, അപ്പോൾ അത്രയും സമയം കളയണ്ട. ഓക്കെ, ഇനി അവിടെ 1ൻ്റെ അവിടെ യെസ് കൊടുക്കുന്നു, 2 എന്ന് പറഞ്ഞാൽ നോ കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഏതാണ് മെഷേഴ്സ് വരിക, ഓർഡിനൽ. അപ്പം നമ്മളത് അവനെ അവിടെ ഓർഡിനലായിട്ട് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏതാണ്, നെക്സ്റ്റ് ഗ്രോസറീസ്. അപ്പം നമ്മളിവിടെ ഗ്രോസറീസ് കൊടുക്കുന്നു. സെയിം 1 എന്ന് പറഞ്ഞാൽ യെസ്, 2 എന്ന് പറഞ്ഞാൽ നോ ആഡ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഏതാണ്, നമ്മുടെ ഇവിടെ മെഷേഴ്സ് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്, ഓർഡിനൽ. നെക്സ്റ്റ് ഏതാണ്, ബുക്സ് ആഡ് ചെയ്യുന്നു, അതിനും വാല്യൂ കൊടുക്കുന്നു. 1 എന്ന് പറഞ്ഞാൽ
അതായത് ഈ എല്ലാ വേരിയബിൾസിലും ഇതുപോലെ ലേബലും വാല്യൂസും ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ടെസ്റ്റിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇത് മൊത്തം ഞാൻ കാണിച്ച് എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാനിതെല്ലാം എൻ്റർ ചെയ്തിട്ട് ഞാൻ നമ്മുടെ ടെസ്റ്റിലോട്ട് കടക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ വാല്യൂസ് എൻ്റർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ഓക്കെ, പിന്നെ കുറച്ച് പേര് എന്നോട് ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ പറ്റി ചോദിച്ചിരുന്നു. ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബോറടിക്കാതിരിക്കാൻ വേണ്ടി, ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ പാരലലി നമ്മൾ കേസ് സ്റ്റഡീസിൻ്റെ വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പം ഓരോ കമ്പനീസ് എങ്ങനെയാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവരുടെ പ്രൊഡക്ട്സൊക്കെ ഇറക്കി എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സിലോട്ട് എത്തിയത് എന്നുള്ളൊരു സ്റ്റോറി നമുക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോസ് ഇറക്കുന്നത്. അപ്പോൾ അതും എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും ചെറിയ ചെറിയ രീതിയിലുള്ള ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ഈ Q1 Q2 ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുന്ന എന്തെങ്കിലും അതുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ടോ എന്നുള്ളത്. എനിക്കങ്ങനെ കൊളാബറേഷൻസ് ഒന്നുമില്ല. അപ്പം Q1 Q2 പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ആർട്ടിക്കിൾ എഴുതാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ, ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. അത് ഫുള്ളും കറക്റ്റായിരിക്കണമെന്നൊന്നുമില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് അതെങ്ങനെ Q1 Q2 പബ്ലിഷ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ള എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും Q1 Q2 ആർട്ടിക്കിൾസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അടുത്ത ആഴ്ചയിലെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റുകളാണ്. അപ്പോൾ ആദ്യം നമുക്ക് പെർസെൻറ്റേജ് അനാലിസിസ് അങ്ങനത്തെ സംഭവങ്ങൾ, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ കൂടുതൽ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിലേക്ക് കിടക്കുക. അപ്പോൾ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡാറ്റയുടെ നോർമാലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം നോർമലായിട്ടുള്ള ഡാറ്റയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക്കും അല്ലെങ്കിൽ നോൺ പാരാമെട്രിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സാധാരണയായിട്ട് അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് പേപ്പറിൽ രണ്ട് ടൈപ്പ് ടെസ്റ്റുകളും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് വിഷയമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമല്ല. പിന്നെ നമ്മളിപ്പം ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്ത റെസ്പോൺസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ എടുക്കുക. അപ്പം ആ ആഡ് ചെയ്ത് വരുന്ന കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ നോർമാലിറ്റി കറക്റ്റായിട്ട് കിട്ടും, ചിലപ്പോൾ നോർമാലിറ്റി കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ പേപ്പറിൽ വന്നതെന്ന് വെച്ചിട്ടൊരു പ്രശ്നവുമില്ല. ഓക്കെ, പിന്നെ അടുത്തത് വരിക, ഇതിന് ശേഷം നമ്മൾ സെമ്മിനെ പറ്റിയാണ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. സെമ്മിൽ എനിക്ക് അത്ര വലിയ ഗ്രാഹ്യമുള്ളൊരു അറിവൊന്നും ഇല്ല, എന്നാലും ഒരു ബേസിക് നോളജ് മാത്രം എനിക്കതിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ ഇതുവരെ അപ്ലോഡ് ചെയ്ത ഈ SPSSൻ്റെ ഈ വീഡിയോയിൽ വാല്യൂസ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയും ഈ മെഷേഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി കൂടാതെ നിങ്ങൾ ചാറ്റ് ബോക്സ് അല്ല, കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മളൊരു ഗീവ് അവേ സംഭവം ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ പറയുന്നതാണ്. അപ്പം എല്ലാവർക്കും നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുക. അതായത് റിസർച്ച് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, അതിൻ്റെ ലിങ്ക്സൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും റിസർച്ച് പാത്തിൻ്റെ വിഷുദിന ആശംസകളും ഈസ്റ്റർ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു.